ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ മാധ്യമപ്രവർത്തകനും പൊതുമണ്ഡലത്തിൽ നിരീക്ഷിക്കുന്ന ആൾ മാത്രമല്ല, ഒരു കുട്ടനാട്ടിലെ കർഷകൻ കൂടിയാണ്. കുട്ടനാട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യത്തിൽ കൂടുതൽ തൊട്ടറിഞ്ഞ് താങ്കൾക്ക് സംവദിക്കാം. ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യം മുൻകാലത്തെ അപേക്ഷിച്ച് ഈ ഒരു സാഹചര്യം ആ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് പോകേണ്ട ഘട്ടമായിട്ടില്ല എന്ന് ശ്രീ ജോർജ് പൊടിപ്പാറ മുമ്പോട്ട് വെക്കുന്നു. അതിന് അദ്ദേഹത്തിൻ്റേതായ വിശദീകരണങ്ങളും മുമ്പോട്ട് വച്ചു. പക്ഷേ ജനങ്ങൾ പറയുന്ന അതല്ല, പലയിടങ്ങളിലുള്ള ജനങ്ങൾ ഒരേ ശബ്ദത്തിൽ പറയുന്നു. ഇപ്പോൾ പ്രകാശ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ചെറുതും വലുതുമായ ഒരിടത്തും ഒരു ഏകോപനത്തിൻ്റെ സ്വഭാവം കാണുന്നില്ല. സ്റ്റേറ്റ് വൈഡും അതില്ല, ചെറിയ തലത്തിലും അതില്ല, മൈക്രോ തലത്തിലും മാക്രോ തലത്തിലും അതില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിമർശിക്കാതിരിക്കുന്നത്? മുൻകാലത്ത് കരുത്തായി ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ആ സ്ഥാനത്ത് ഇപ്പോൾ ആര് എന്ന വലിയ ശൂന്യത നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അത് രാഷ്ട്രീയ പക്ഷപാതിത്വമാണോ? ആണോ ശ്രീ ജയചന്ദ്രൻ? അജിംഷാദെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ പൊടിപാറ. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണല്ലോ. ശ്രീ പൊടിപാറ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ആ നിലയ്ക്കാണ് ഞാൻ ഇതിനെ കാണുന്നത്, ഈ ഇഷ്യൂവിനെ കാണുന്നത്. അല്ലാതെ LDF തോൽപ്പിച്ച് UDF അധികാരത്തിൽ വന്നതുകൊണ്ട് UDF അടിക്കാൻ ഒരു വടി കിട്ടി ഇതാ അടിച്ചു കളയാം എന്നുള്ള തത്രപ്പാടൊന്നും എനിക്കില്ല. എന്തായാലും അത് ഇവിടെ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞ പ്രകാശൻ മാസ്റ്റർക്ക് പോലും CPIM നേതാവിന് പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹം അങ്ങനെയാണ് സംസാരിച്ചത്. അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നമായിട്ട് ഇപ്പോ മുമ്പിൽ വരുന്നത്? 31-ാം തീയതി രാത്രിയാണല്ലോ അജിംഷാദെ ഈ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ അതിതീവ്ര മഴയിലേക്ക് മാറുന്നത്. ഇത് ഈ ജില്ലകളിലൊക്കെ അതാണ് പ്രധാനപ്പെട്ട സംഗതി. മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മറ്റു പല അവർക്ക് ഒരുപാട് കണ്ടീഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഡയറക്റ്റ് ഗവൺമെന്റിന്റെ മാത്രം കേട്ടാൽ പോലെ ഇതൊക്കെ പറയാം. പക്ഷെ എന്താണ് മറ്റേ ഇതില്ലേ, ഈ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ, അവർക്കെന്താണ് ഈ നോക്കൂ, 31-ാം തീയതി രാത്രി 10:15 വരെ ഈ പറയുന്ന ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയവും ഉൾപ്പെടെയുള്ള ജില്ലകൾ ഓറഞ്ച് അലർട്ടിലാണ് നിൽക്കുന്നതെന്നേ. അതാണ് തർക്കം, അതാണ് പ്രശ്നം. ജനങ്ങൾ അതിതീവ്ര മഴ അനുഭവിക്കുകയാണ് 9 മണി മുതൽ. അതൊന്നും അവിടെ ഇല്ല. അപ്പൊ സംഭവിക്കുന്ന എന്താണ്, ഈ അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അതിലേക്ക് ആ ഭാഗത്തേക്ക് കടക്കാതെ ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാതെ ജനങ്ങളെ ജാഗ്രതപ്പെടുത്തുന്നതിന് തയ്യാറാവാതെ അവരുടെ ആലസ്യം പൂണ്ടായി ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് മേലേക്ക് ദുരിതം പെയ്തിറങ്ങുകയാണ് ഈ 3 ജില്ലകളിൽ വളരെ കനത്ത തോതിൽ. പിറ്റേ ദിവസം ആകുമ്പോഴേക്കോ അത് വടക്കൻ ജില്ലകളിലൂടെ പടരുന്നു. ഇപ്പോ പ്രകാശ് മാസ്റ്റർ പറഞ്ഞല്ലോ കോഴിക്കോട്, കണ്ണൂരെ കോഴി ഫാമിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ. ഇവിടെ കോഴിക്കോട് വനത്തിൽ നിന്ന് ഉരുൾപൊട്ടിയെന്ന് സംശയം ഇപ്പോഴും പ്രബലമായിട്ട് നിൽക്കുന്നു. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ആൾക്കാരെ കാണാതായിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. മുതലപ്പുഴയിലെ പ്രശ്നം പറഞ്ഞില്ലേ, അതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളെ ആരാണെന്ന് മോണിറ്റർ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്? റവന്യൂ മന്ത്രിയൊക്കെ ഈ വാചകമടിച്ചതല്ലാതെ, പത്രസമ്മേളനങ്ങൾ വാചകമടിച്ചതല്ലാതെ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. താങ്കൾ തന്നെ പറഞ്ഞല്ലോ ശ്രീ പൊടിപാറ, ഈ ആറന്മുളയിലെ വെള്ളം വേഗം ഇറങ്ങുമെന്ന്. കുറച്ചു മുമ്പ് ഒരു 20 മിനിറ്റ് മുമ്പ് അബിൻ വർക്കി പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഈ ആറന്മുളയിലെ വെള്ളം ഇറങ്ങണമെങ്കിൽ ഇനി ഒരു 1.5-2 ദിവസം കൂടെ കഴിയുമത്രേ. ഇതാണ് MLA അബിൻ വർക്കി പറയുന്നത്. നമുക്ക് മറിച്ച് പറയാൻ എന്താ അധികാരം, അവകാശം? ആ പ്രദേശത്തിന്റെ MLA ആണ് പറയുന്നതെന്നേ. ഇനി 1.5-2 ദിവസം കൂടെ എടുക്കുമെന്ന് ആ വെള്ളം ഇറങ്ങാൻ. റാന്നിയിൽ നിന്ന് ഇടിഞ്ഞ വെള്ളം ആറന്മുളയിലുണ്ട്. അത് ആറന്മുളയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇടിഞ്ഞു താഴാനായിട്ട് ഇനിയും 1.5-2 ദിവസം എടുക്കുമെന്ന് പറയുന്നത് ആറന്മുള MLA ആണ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഇപ്പോ എത്ര ക്യാമ്പുകൾ ഉണ്ടാകെ?
ആകെ 250 മേൽ ക്യാമ്പുകൾ മാത്രം ഇപ്പോ. അവിടെ എല്ലാം കൂടെ ഉള്ളത് 5000 താഴെ ആൾക്കാർ. 2018 കാര്യം താങ്കൾ ഓർമ്മിപ്പിച്ചു ചില ഘട്ടങ്ങളിലെങ്കിലും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകാതെ ചുരുക്കി പറയാം. അന്ന് 12,250 പരം ക്യാമ്പുകൾ. ആ ക്യാമ്പുകളിലായി 35 ലക്ഷം ജനങ്ങൾ. ഇപ്പോ ഈ പറഞ്ഞതുപോലെ 250 ചില്ലുവാനും ക്യാമ്പുകളിലായി കഷ്ടിച്ച് 5000 പേര് മാത്രം ഉള്ളപ്പോ കിടന്ന് കളിക്കുന്ന കളി ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ആരെങ്കിലും പാനിക് ആക്കാനാണോ? ഗവൺമെന്റ് മെഷീനറി അവസരത്തിന് ഉയരുന്നില്ല, ചെയ്യേണ്ട പ്രവർത്തികൾ ഏറ്റെടുക്കുന്നില്ല, ജനങ്ങളെ പാനിക് കാതലായ ഒരു കാര്യമാണ്. ഞാൻ ശ്രീ ജയചന്ദ്രൻ സാറിലേക്ക് തിരിച്ചത് പ്രധാനമായിട്ടും അഡ്രസ് ചെയ്യേണ്ടത്. അതെ ഈ പ്രശ്നം തിരിച്ചത് ഇപ്പോ അഡ്രസ് ചെയ്യണമെന്ന് പറയുന്നത് അതെ അതിലെന്ത് രാഷ്ട്രീയമാണുള്ളത്? അതിലെന്ത് രാഷ്ട്രീയമാണുള്ളത്?